ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പ്ലാൻ ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ബഷീർക്കയുടെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ചക്കരക്കല്ലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഒരുപാട് ചെടികളെയും മരങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്ന ബഷീർക്കയുടെ അഗ്രി നഴ്സറി ഗാർഡനിലാണ് നമ്മൾ ഇന്നുള്ളത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ബഷീർക്കനോട് ചോദിച്ചറിയാം. എൻ്റെ പേര് ബഷീർ. ഞാനൊരു 5 വർഷമായിട്ട് ഈ അഗ്രി ഗാർഡൻ നഴ്സറി, യൂറോ അഗ്രി നഴ്സറി ഗാർഡൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ബാംഗ്ലൂരിലായിരുന്നു ജോലി സംബന്ധമായിട്ട്. 40ഓളം വർഷം ബാംഗ്ലൂരിൽ സർവീസ് ഉള്ളതാണ്. അപ്പോൾ പല യാത്രകളിലും സൗത്ത് ഇന്ത്യ മുഴുവൻ എല്ലാ ഭാഗവും സഞ്ചരിക്കുന്ന ആളാണ്. ആ സമയത്ത് എനിക്ക് ഈ പച്ചപ്പ് കാണുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രീനറി കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര ഇതിനോടുള്ളൊരു താല്പര്യം. എങ്ങനെയായാലും അതായത് ഒരു കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഒരു നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുമുറ്റത്തോ മറ്റുള്ള ഇതിലായിട്ട് അടുത്തുള്ള പറമ്പിലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ചെറിയൊരു രീതിയിൽ ഒരു ഗാർഡൻ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിങ്ങനെ മനസ്സിൽ താലോലിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അത് ദൈവം സഹായിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിനുള്ളൊരു ശരിക്കുള്ളൊരു ചാൻസ് കിട്ടി. ഞാൻ നാട്ടിൽ സെറ്റിലായി. അപ്പോൾ സാറിനോട് നമുക്ക് നമ്മുടെ ചക്കരക്കല്ലിൻ്റെ ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാൻ ചോദിക്കാം. നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ സാറ് ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തരും. ചക്കരക്കൽ ടൗണിൽ നിന്നും തലശ്ശേരി റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രി കിട്ടും. അതിൻ്റെ കോമ്പൗണ്ട് വാൾ കഴിഞ്ഞ ഉടനെ സഡനായിട്ട് കിട്ടുന്ന റൈറ്റ് സൈഡിലുള്ള മലബാർ സ്കൂളിലേക്കുള്ള റോഡാണ്. ആ വഴി ഒരു 225 മീറ്റർ ദൂരമുണ്ട് ഈ വീട്ടിലേക്ക്. വീട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ് ഇതുള്ളത്. തായ്വാൻ ഗാവ എന്നാ പറയുന്നത്. ഇത് ഒരു വർഷം കൊണ്ട് കായ്ക്കും. ഒരു വർഷം കൊണ്ട് പോട്ടിൽ നിങ്ങൾക്ക് വീട്ടുമുറ്റത്ത് വേണമെന്നാൽ വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റും. അതുപോലെ ഓപ്പൺ ടെറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മേലെ ഭാഗം വെക്കാം, ബാൽക്കണിയിൽ വെക്കാം. ചെറിയ സ്ഥലസൗകര്യമുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ സ്ഥലസൗകര്യം ഇല്ലാത്തവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടികളിൽ എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ള ചട്ടികളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാം. ഇതിലൊക്കെ പൂക്കൾ വന്ന് ഇതൊക്കെ കായ്ച്ചു തുടങ്ങി. വലിയ ഗോവയാണ്. വലിയ ഗോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു 200-150 ഗ്രാം. ഇത് വന്നിട്ട് ഇതിൻ്റെ പേര് കസ്റ്റേർഡ് ആപ്പിൾ എന്ന് പറയും. അതായത് സീതാഫൽ എന്ന് ഹിന്ദിയിൽ പറയുന്നത് സീതാഫൽ, തമിഴിലാണ് സീതാപ്പഴം എന്ന് പറയുന്നത്. ആത്തേന്റെ വേറെ ഒരു വർഗത്തിൽപ്പെട്ടതാണ് ആത്തൽ. ഇതാണ് കായ്ച്ചിട്ടുണ്ട്. ഇത് അവിടെ കായ്ച്ച ഇതുണ്ട്, ഇവിടെ കണ്ടോ? ഇതാണ് കസ്റ്റേർഡ് ആപ്പിൾ. ഇതിന്റെ വലുത് വേണമെന്ന് പിറകിലുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാണിച്ച തായ്വാൻ ഗോവ അത് റെഡ് കളറാണ്. റെഡ് എന്ന് പറഞ്ഞാൽ ഫുൾ റെഡ് ആയിരിക്കില്ല. അത് ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ മാത്രമേ ലൈറ്റ് പിങ്ക്, വളരെ ലൈറ്റ്, അതായത് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് പിങ്കിഷിലേക്ക് മാറും. അത്രയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വർഷം കൊണ്ട് ഇത് കായ്ക്കും. ഒരു വർഷത്തിന് മുമ്പേ കായ്ച്ചിട്ടുണ്ട്. അവിടെ ഇതാ കായ്ച്ച ചെടികളുണ്ട്. പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ വളങ്ങൾ കാര്യങ്ങളൊക്കെ, അതായത് ഓർഗാനിക് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്. ഇത് ഗംഗാ ബോണ്ടം കോക്കനട്ട് ട്രീ. ഗംഗാ ബോണ്ടം ആന്ധ്രയുടേതാണ്. ഇത് 4ാമത്തെ വർഷം, 3 കഴിഞ്ഞ് 4ാമത്തെ വർഷം. അതുപോലെ ഇത് വന്നിട്ട് നമ്മുടെ ലക്ഷദ്വീപിന്റെ തെങ്ങാണ്. ലക്ഷദ്വീപ്, ഇത് 3 എണ്ണം ഒരേ തരത്തിലുള്ള. ലക്ഷദ്വീപ് തെങ്ങ് എന്ന് പറയുന്നത്. ഇത് അമ്പഴം, സ്വീറ്റ് അമ്പഴം. ഫ്രൂട്ട് എന്ന് പറയുന്നത് ചക്ക ഇഷ്ടമില്ലാതാണ് വളരെ അപൂർവം, വളരെ റേറാണ്. കാരണം ചക്ക അത് കഴിഞ്ഞാൽ മാങ്ങ. ഇത് ഡിഫറെന്റ് വെറൈറ്റികളുണ്ട് ഇതിൽ. ഇത് പലതും ഡിഫറെന്റ് വെറൈറ്റിയാണ്. ഇതാണ് അവക്കാഡോ. അത് ഗ്രാഫ്റ്റ് തൈയാണ്. ഇതും 3 വർഷം കൊണ്ട് കഴിക്കും.
ശരിക്കും മാങ്ങേൻ്റെ ടേസ്റ്റ് അറിഞ്ഞത് ആന്ധ്രാപ്രദേശിൽ. ഞാൻ 1985 to 91 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 വർഷം ഞാൻ തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നും ദർശനം നടത്തിയാണ്, പല പ്രാവശ്യം. ചിലപ്പോൾ ആടുന്നൊക്കെ കളക്ട് ചെയ്ത തൈകളാണ് ഇവിടെ കൊണ്ട് നട്ടിട്ടുള്ളത് അല്ലേ? അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, ഞാൻ വന്നതിന് ശേഷം അതായത് കളക്ട് ചെയ്തു. ആന്ധ്രേൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട്, ബാക്കി വന്നിട്ട് കർണാടകയുടെ ഇത് വരും, അതുപോലെ മറ്റുള്ള ഇവിടുന്ന് തൃശ്ശൂർ ഈ ഭാഗത്തുള്ള കേരളത്തിൻ്റെ ബങ്ങനപ്പള്ളി അത് വേറെ, അത് കുറച്ച് വലിപ്പമുള്ള സൈസ്. ഇത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. ഒരു യെല്ലോ കളറിൽ ചതുരപ്പുളിയാ, അത് കട്ട് ചെയ്ത് യെല്ലോ ഷായിട്ടാ വരിക. അത് പഴുത്ത് കഴിഞ്ഞാൽ യെല്ലോ ഷ, അതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നക്ഷത്രത്തിന്റെ. ഇതും പെട്ടെന്ന് കഴിക്കും, 2 വർഷം 3 വർഷം കൊണ്ട് തന്നെ. ഇത് റംബൂട്ടാൻ. ഇത് റംബൂട്ടാൻ. ഇത് റംബൂട്ടാനല്ല, അത് വേറെന്തോ പ്ലാൻ. അത് ഇതാണ് അബിയു, ABIU, അബിയു ഓസ്ട്രേലിയൻ ഫ്രൂട്ട്. ഇത് ഡ്രാഗൺ, ഇത് പനീർ ചാമ്പ. അതിൽ തന്നെ വേറെ ഒരു വെറൈറ്റി ഉണ്ട്, ബെൽ ചാമ്പ. ഇത് കളറ്, ഇത് കളറ് വൈറ്റ്, ഒരു ലൈറ്റ് ഷെയ്ഡ്, പിങ്കിഷ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ നമ്മുടെ അടുത്ത് ഇങ്ങനെ കായ്ച്ചു വരുന്നുണ്ട് ഇപ്പൊ. അതിന് സമയം പിടിക്കും. അതെ, ഹോങ്കോങ്ങെല്ലാം വിസിറ്റ് ചെയ്തു. അവിടുന്ന് നമ്മൾ ഫ്രൂട്ട് കഴിക്കാൻ വാങ്ങിച്ചു. അതിന്റെ സീഡ് ഞാൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടതാണ്. പൂത്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കായ്ച്ചില്ല. സപ്പോട്ട മാതിരി ഉള്ള ഒരു ബ്രൗണിഷ് കളർ. അതിന്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സീഡാണ് ഉണ്ടാവുക, വലിപ്പത്തിലുള്ള. കസ്റ്റാർഡ് ആപ്പിൾ അല്ലേ? ഇത് മൾബറി. ഈ ഒരു സെക്ഷൻ മൊത്തം പ്ലാവിന്റെ ഗാർഡൻ. പ്ലാവ്, മാവ്, അതുപോലെ ആത്ത, പിന്നെ വന്നിട്ട് കസ്റ്റേർഡ് ആപ്പിള്, പിന്നെ അത്യാവശ്യം കുറച്ച് തെങ്ങുകളും ഉണ്ട്. ഇതെല്ലാം കായ്ച്ചതാണ്. ആത്തയുടെ ഇത് പല വെറൈറ്റിയിലുള്ള പ്ലാവുകളോ, നാടൻ രീതി. ഇതാണ് ഞാറ്, പണ്ട് അച്ചാച്ചന്റെ വീട്ടിലുണ്ട്. ലിച്ചി. ഇത് നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥയിൽ പെട്ടെന്ന് കായ്ക്കില്ല. അങ്ങനെ ഇത് കൂടുതൽ ഊട്ടി, കൊടൈക്കനാല്, അതുപോലെ മൈസൂർ ആ ഭാഗങ്ങളിലൊക്കെ. അത് കഴിച്ചിട്ട് എന്ത് കയ്പുള്ളത് കഴിച്ചാലും മണിക്കൂറിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കയ്പുള്ളതും പുളിയുള്ളതും കഴിച്ചു കഴിഞ്ഞാൽ മധുരത്തിന്റെ ടേസ്റ്റ് ഉണ്ടാവും. അത്രയും ചെറിയ ഫ്രൂട്ട്. ഇപ്പൊ നമ്പർ 1 ഇതായിട്ടുള്ള എയർ പ്യൂരിഫൈങ് പ്ലാന്റ്. യെല്ലോ ഇത് ഉള്ളതില് അതിലിതാ വേറെ ഡിഫറെന്റ് വെറൈറ്റി സ്നേക്ക് പ്ലാന്റ്. പിന്നെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ സാൻസാവേരിയ. പിന്നെ വന്നിട്ട് മദർ ഇൻലോ ടങ്ക് എന്ന് പറയും, അതായത് അമ്മായിയമ്മയുടെ നാക്ക് എന്നുള്ള ഇതിൽ അത് ഇതായിട്ട് പറയുന്നത്.
ഒരു തമാശ രൂപത്തിൽ പറയുന്നൊരു പോലെയാണ്. ഒരു പാഷൻ ഫ്രൂട്ട് ഇത് വിരിഞ്ഞ് കഴിക്കും. ഇത് അഡീന പല വെറൈറ്റി കളറാണ്. അഡീനിയം ഇത് സീസി. ഇത് സീസി. ആ കുറവുണ്ട്. ഇത് ശരിക്കും ജ്യൂസ് വരെ അടിച്ചു കുടിക്കുന്നുണ്ട്. ലസ്സി അതെ ഡയറക്റ്റ് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊന്നും അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മുടെ ഹെയർ അതുപോലെ ലോഷൻ ബോഡി മോയ്സ്ചറൈസർ. അതെ ഈ ബോഡി ലോഷനിൽ ഏറ്റവും കൂടുതൽ അളവ് ഇപ്പോൾ തായ്ലാൻഡ്, ഇന്തോനേഷ്യ, തായ്ലാൻഡ്, മലേഷ്യ, സിംഗപ്പൂരിൻ്റെ ഇത് ഇതാണ് മാംഗോസ്റ്റീൻ. മാംഗോസ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നാരങ്ങയുടെ എല്ലി മാതിരി വൈറ്റ് കളറുള്ള കവറിങ് ഒരു ബ്ലാക്ക് ഒരു ബ്ലാക്ക് ഇഷ്യൂ. ഇതെല്ലാം കാഴ്ച പേരെയാണ്. ഇതുണ്ടോ ഇതിപ്പം 6-8 മാസമായിട്ട്. ഇത് മാവ് വന്നിട്ട് ബദാമി മതി. ബദാമി. ഇതാണ് ബെൽചാമ്പ. വലിയ സൈസ് ബെല്ലിന്റെ ഷേപ്പിൽ. കളർ പച്ചയല്ല, ഇതൊരു ബ്രൗണിഷ് ലൈറ്റ് പിങ്ക്. ലൈറ്റ് അല്ല, കുറച്ച് ഡാർക്ക് പിങ്ക് തന്നെ, ഒരു ബ്രൗണിഷ് ആയിരിക്കും. നല്ല വലിപ്പം ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് 500ഓളം ബ്രാഞ്ച് ഉണ്ട്. അത് നമ്മളിപ്പം കുറച്ച് കാലത്തിൻ്റെ ഇടയിൽ ഒരു 5-10 വർഷത്തിൻ്റെ ഇടയിലേക്ക് നടക്കുന്നത് ഈ രീതിയിലുള്ള പല പ്ലാന്റ്, ഫ്രൂട്ട് പ്ലാന്റ്. അത് വന്നിട്ട് അതിൻ്റെ പേര് വെൽവെറ്റ് ആപ്പിൾ. വെൽവെറ്റ് ആപ്പിൾ. അത് ശരിക്കും അതിൻ്റെ മേലെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെൽവെറ്റ് വന്നിട്ടുണ്ട്. പഴമായി കഴിഞ്ഞാൽ ഇത്രയും വലിപ്പം ഉണ്ടാവും. അത് കായ്ച്ചിട്ടില്ല, പൂത്തിരിക്കുന്നു. ഇപ്രാവശ്യം പൂത്തു. കണ്ണൂർ നാട്ടിലുള്ള ആൾക്കാർക്ക് ഗാർഡൻ, വീട്ടിൽ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നഴ്സറിയിലേക്ക് വരാം. സാറിന്റെ ഫോൺ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സാറ് പറഞ്ഞു. മൊബൈൽ നമ്പർ 9744381625. സെക്കൻഡ് നമ്പർ 9020981625. അപ്പോൾ ഇവിടെ എല്ലാ വെറൈറ്റീസ് ഓഫ് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും അതുപോലെ പെട്ടെന്ന് ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇഷ്ടമുള്ളവരെല്ലാവരും ഈ ഒരു സ്പോട്ട് ചെക്കൗട്ട് ചെയ്യണം. നമ്മൾ കണ്ണൂരിലുള്ള ആൾക്കാർക്കും ചക്രക്കല്ലുള്ള ആൾക്കാർക്കൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം പ്ലാന്റ്സിനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് വീട്ടിൻ്റെ സറൗണ്ടിങ്ങിൽ തന്നെ ഇത്രയും ഫ്രൂട്ട്സും മറ്റു പ്ലാന്റ്സും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. സാറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൂടി ഇടുന്നതാണ്. ഇഷ്ടമുള്ളവരെല്ലാവരും കോൺടാക്ട് ചെയ്യുന്നുള്ള എല്ലാവരും സാറിനെ ബന്ധപ്പെടുക.